ദിവിഷേ, ഇപ്പം നമ്മൾ ഇതിനു മുൻപ് കണ്ട സ്പെയിൻ്റെ ഏറ്റവും മികച്ച കളി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ലോകോത്തര ഫുട്ബോൾ കാഴ്ചവെക്കുന്ന ഏറ്റവും കൂടുതൽ ഫാൻസ് അർജന്റീനയ്ക്കായിരിക്കും. പക്ഷെ കളി ആരാധകർ കൂടെ നിന്നിരുന്ന ഫ്രാൻസിനെ എങ്ങനെയാണ് എംബപ്പയും ഒലിസയും ഡംബലയും ഒക്കെ ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളെ എങ്ങനെ സ്പെയിൻ പൂട്ടിയെന്നത് നമ്മൾ കണ്ടതാണ്. മറുവശത്ത് അർജന്റീനയുടെ കാര്യം എടുത്താൽ ഇംഗ്ലണ്ട് ഒരു പ്രതിരോധത്തിലേക്ക് വലിഞ്ഞ് ബോക്സിനുള്ളിൽ ഒതുങ്ങിപ്പോയപ്പോഴാണ് ഒരു ഭയന്ന ഇംഗ്ലണ്ടിനെയായിരുന്നു നമ്മൾ അവിടെ കണ്ടത്. അപ്പോഴാണ് അർജന്റീനയ്ക്ക് അവസാന നിമിഷം ഒരു വിജയത്തിലേക്ക് പോകാൻ കഴിഞ്ഞത്. കഴിഞ്ഞ മത്സരങ്ങളിൽ ഉടനീളം ഈ അവസാന നിമിഷം വരെ കാത്തുവെച്ച് അവിടെ ഒരു ഗോൾ അടിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവിടെ മുന്നേറ്റം നടത്തുകയായിരുന്നു അർജന്റീന ചെയ്തത്. അപ്പോൾ ഈ രണ്ട് ശൈലിയും വരുമ്പോൾ അതിൽ കുറച്ച് റിസ്ക് അർജന്റീനയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഈ അവസാന നിമിഷം വരെ കാത്തു നിൽക്കാൻ പറ്റില്ല, ആദ്യം ഒരു ഗോൾ അടിച്ച് ലീഡ് നേടേണ്ടി വരും, ഇപ്പോൾ നേരത്തെ അവരൊക്കെ പറഞ്ഞതുപോലെ. പക്ഷെ അത് ഈ ടൂർണമെന്റിൽ ഒന്നും അർജന്റീന പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ. ശ്രീജ, ഇപ്പോൾ ഞാൻ ഈ ജോലി തുടങ്ങിയ ശേഷമുള്ള ആദ്യ ലോകകപ്പ് 2010 അന്ന് സ്പെയിൻ, അന്ന് നമ്മളും മനസ്സുകൊണ്ട് അപ്പോഴും അർജന്റീന തന്നെ. അന്ന് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും സീനിയറായ ഒരാൾ അന്ന് പറഞ്ഞു സ്പെയിൻ കപ്പടിക്കുന്നു. അപ്പോൾ നമ്മളൊന്നും ആരും പ്രതീക്ഷിച്ചില്ല. എനിക്ക് തോന്നുന്നു ആ കൂട്ടത്തിൽ ആരും തന്നെ അന്ന് സ്പെയിൻ കപ്പടിക്കുമെന്ന ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തില്ല. പക്ഷേ അത്ഭുതകരമായൊരു കളിയാണ് അന്നത്തെ. ഇപ്പോൾ നേരത്തെ അഭിലാഷ് പറഞ്ഞ ഇന്നത്തെ രണ്ടാം സുവർണ്ണ തലമുറയാണ്, അത് ആദ്യ സുവർണ്ണ തലമുറയാണ്. അന്ന് ഏറ്റവും മനോഹരമായ ടിക്കി ടാക്ക എന്ന ഒരു കേളി ശൈലി ലോകത്തെ പഠിപ്പിച്ച, ഇത്രയും മനോഹരമായി ഫുട്ബോൾ കളിക്കാം, അല്ലെങ്കിൽ കൊച്ചു കൊച്ചു പാസുകളിലൂടെ എങ്ങനെ എതിരാളിയെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് മനോഹരമായി കണ്ടിരിക്കുന്നവർക്ക് ശരിക്കും ഇപ്പം നമ്മൾ മെസ്സിയുടെ കവിത എന്ന് പറയുന്ന പോലെ ശരിക്കും ഒരു ടീം ഒന്നാകെ ഒരു കവിതയായി മൈതാനത്ത് ഒഴുകിയിറങ്ങുന്ന കളി നമ്മളെ കാണിച്ചു തന്ന സ്പെയിനായിരുന്നു. അന്ന് മുതലാണ് സ്പെയിനോടും തീർച്ചയായും ഒരു ആരാധന. ഇപ്പോഴും ഇപ്പോൾ ശ്രീ എം പി രാജേഷ് പറഞ്ഞ പോലെ ഒരു വ്യത്യസ്തമായൊരു ചിന്ത അർജന്റീന കഴിഞ്ഞാൽ ബ്രസീൽ എന്നാണ്. പക്ഷേ പൊതുവേ എനിക്കൊക്കെ നമ്മൾ അർജന്റീന കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു ടീമാണ് സ്പെയിൻ. അതുകൊണ്ട് സ്പെയിനും അർജന്റീനയും കളിക്കുമ്പോൾ നമുക്കൊരു വൈകാരികമായൊരു പ്രശ്നം അവിടെ ഉണ്ട്. എങ്കിലും സ്പെയിനെ സംബന്ധിച്ച് പക്ഷേ ഈ ലോകകപ്പിലേക്ക് വന്നാൽ ഈ ലോകകപ്പിലെ ഫ്രാൻസ് വരെയുള്ള, അതിന് തൊട്ട് മുമ്പുള്ള വരെയുള്ള മത്സരങ്ങളിൽ സ്പെയിൻ ജയിച്ചു വരുന്നുണ്ട്. ശരിയാണ്, അവർ പ്രതിരോധം അതിശക്തമായിരുന്നു, ഗോൾ വീഴാതെയുള്ള അവരുടെ അത്ര കോട്ട കെട്ടി ഗോൾ വല കാക്കുന്ന ഒരു ടീം. പക്ഷേ മത്സരം പലപ്പോഴും ഒരു വിരസതയിലേക്ക് പോയിരുന്നു എന്നത് അവരുടെ കളി ശൈലി. ഇപ്പോൾ ടിക്കി ടാക്ക അല്ല, അതിലും കുറച്ചും കൂടി ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ ടിക്കി ടാക്ക എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ അവരുടെ ഒരു ചേർന്ന്. പക്ഷേ ആദ്യഘട്ടത്തിൽ പലപ്പോഴും വളരെ, ഇപ്പോൾ പോർച്ചുഗലായിട്ടുള്ള മത്സരമൊക്കെ ഒരു വിരസത പലപ്പോഴും ഉണ്ടായിരുന്ന മത്സരങ്ങളാണ്. പക്ഷേ ഫ്രാൻസിനായിട്ടുള്ള കളി വന്നപ്പോഴാണ് ഇവരിതെല്ലാം എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. എങ്ങനെ പ്രതിരോധം ശക്തമാക്കണം, ഒപ്പം തന്നെ എങ്ങനെ അവസരം കിട്ടിയാൽ അതിശക്തമായി എതിരാളിയെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ ആക്രമണം നടത്തണമെന്ന ഒരു ശൈലി. അപ്പോൾ അതും അവർ കാത്തുവെച്ചിട്ടുണ്ട്. എതിരാളികൾക്ക് അനുസൃതമായി അവരുടെ ശൈലി വ്യത്യാസങ്ങൾ കളിക്കളത്തിൽ എടുക്കുക എന്നാണ് ഡിഫൻഡയുടെ ഒരു ശൈലി. അത് തന്നെയാണ് അദ്ദേഹം ഫ്രാൻസിനെതിരെ നടപ്പാക്കിയത്. അന്ന് ആ മത്സരം കണ്ട നമ്മളെല്ലാം സ്വാഭാവികമായിട്ടും ഇന്ന് അർജന്റീനയ്ക്കെതിരെ വരുമ്പോൾ അന്ന് കളിച്ച സ്പെയിൻ ആണെങ്കിൽ ഇത്തിരി പാടാണെന്ന് തോന്നും. കാരണം ഫ്രാൻസ് പോലെ നേരത്തെ അഭിലാഷൻ സൂചിപ്പിച്ചു ഇത്ര ഇടിച്ചു കുത്തി വന്ന് എതിരാളികളുടെ ഗോൾ വലയിലേക്ക് പന്തുകൾ വർഷിക്കാൻ ശേഷിയുള്ള എംബാപ്പെ അടക്കമുള്ള ടീമുകൾ ഇന്നലെ നമ്മൾ കണ്ടാണ്, ഫ്രാൻസ് ഇംഗ്ലണ്ട് പോരാട്ടം കണ്ടാണ്. അപ്പോൾ അതുപോലൊരു ടീമിനെ പിടിച്ചു കെട്ടി കളിക്കളത്തിൽ പന്ത് കിട്ടാതെ എംബാപ്പയൊക്കെ തലങ്ങും വിലങ്ങും നടന്നു പോകുന്ന, അലഞ്ഞു തിരിയുന്ന അവസ്ഥയിലേക്ക് പിടിച്ചു കെട്ടാൻ നമ്മളൊരു ഫിസിക്ക് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും അർജന്റീനയും സ്പെയിനും ഒക്കെ ഏകദേശം ഒരേ തരക്കാരാണ്. ഫ്രാൻസിനോട് അങ്ങനെ മുട്ടാൻ പറ്റുന്ന ഒരു ടീമായിട്ട് നമുക്ക് സ്പെയിനെ പരിഗണിക്കാം, അവരുടെ ഹൈറ്റ് ഒക്കെ മൊത്തം ഫിസിക്ക് നോക്കി. പക്ഷേ ആ ഫിസിക്ക് വെച്ചിട്ടാണ് അവർ ആ ടീമിനെ കുക്കറയൊക്കെ എങ്ങനെയാണ് കളിച്ച് ഞെട്ടിപ്പോവും. അത്ര മിന്നൽ വേഗത്തിലാണ് അദ്ദേഹം പ്രതിരോധത്തിൽ എതിരാളിയുടെ നീക്കങ്ങളെ മുഴുവൻ തടഞ്ഞു നിർത്തിയത്. അപ്പോൾ ആ ഒരു മികവ് ഇവിടെ അർജന്റീനയ്ക്കെതിരെ സ്പെയിൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും അർജന്റീനയ്ക്ക് വെല്ലുവിളിയാണ്. പക്ഷെ അവിടെയും നമ്മൾ ഈ പറയുന്ന ഇതുവരെ ഈ ലോകകപ്പിൽ ഏറ്റവും ഗംഭീരമായ അതിജീവന ശേഷി പ്രകടിപ്പിച്ച ടീം അർജന്റീനയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് കഴിഞ്ഞ 3 മത്സരങ്ങൾ മാത്രം എടുത്താൽ മതി. ആ 15-20 മിനിറ്റുകളിൽ അർജന്റീന പ്രകടിപ്പിക്കുന്ന പോരാട്ട വീര്യം പുറത്തെടുത്താൽ തന്നെ അർജന്റീനയ്ക്ക് ജയിച്ച് കയറാമെന്നതിൽ സംശയമില്ല. പക്ഷേ എന്തായാലും അതിശക്തമായിരിക്കും മത്സരം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആരാധകരെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും പറയുന്നത് വിരസമായ ഒരു ഫൈനൽ ആകാതിരിക്കട്ടെ എന്നാണ്. പലപ്പോഴും നമ്മളിങ്ങനെ അല്ലേ, ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫൈനൽ അതിനപ്പുറം ആകട്ടെ. പലപ്പോഴും ഒരു നൽകിയൊരു ഉപദേശമുണ്ട്, വെറുതെ മെസ്സിക്ക് പിന്നാലെ ഓടി ഊർജം കളയരുത്. നിങ്ങൾ പറയൂ ഇപ്പൊ ഇവിടെ ആരാ സംസാരിച്ചെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. ദിവീഷ് പറഞ്ഞത് വളരെ ശരിയാണ്. ഞാനും ആഗ്രഹിക്കുന്നത് വിരസമാവരുത് എന്നുള്ളതാണ്. പലപ്പോഴും ലോകകപ്പ് ഫുട്ബോൾ ഫൈനലുകളുടെ അനുഭവം എന്താണെന്ന് വെച്ചാൽ
അതുവരെയുള്ള മത്സരങ്ങൾ പോലെ എല്ലാം വിരസമായി പോകാറുണ്ട് എന്നുള്ളതാണ്. സമ്മർദ്ദത്തിന് അടിപ്പെട്ട് കളിക്കും, കൂടുതൽ ജാഗ്രതയോടുകൂടി രണ്ട് ടീമുകളും കളിക്കും എന്നതുകൊണ്ട് പലപ്പോഴും വിരസമായി പോകാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു അനുഭവം ഉണ്ടായത് കഴിഞ്ഞ വർഷം തന്നെയാണ്, കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിൽ തന്നെയാണ്. അവസാന നിമിഷം വരെ നമ്മളെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ള ഒരു ഫൈനലായിരുന്നു. അപ്പോൾ അത് ഞാനും ആഗ്രഹിക്കുന്നു, ഇത് വിരസമായി പോകാതിരിക്കട്ടെ എന്നത്. ഇവിടെ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളോടും, അഭിലാഷ് പറഞ്ഞ കാര്യത്തോടും ഞാൻ യോജിക്കുന്നു. ഇപ്പോൾ ഈ ഒരു ടെക്നിക്കിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കി, സാങ്കേതികമായിട്ടുള്ള മികവിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഞാൻ വിചാരിക്കുന്നു സ്പെയിൻ മുന്നിലാണ്. മികച്ച ടീം സ്പെയിൻ തന്നെയാണ്. പക്ഷേ അഭിലാഷ് പറഞ്ഞതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയും വിജയിച്ചേ തീരൂ എന്നുള്ള വിജയദാഹം. ആ വിജയദാഹമുള്ള ഒരു സംഘമാണ് മെസ്സിയുടെ നേതൃത്വത്തിലുള്ള സംഘം. ഇന്ന് മെസ്സി തൻ്റെ സഹപ്രവർത്തകർക്കും ആരാധകർക്കും എഴുതിയിട്ടൊരു കത്ത് പുറത്തു വരികയുണ്ടായി. ആ കത്തൊക്കെ കാണിക്കുന്ന ഒരു ടീം എന്ന നിലയിൽ എത്ര കൊഹസീവായിട്ടുള്ള ഒരു യൂണിറ്റാണ്, എത്ര വൈകാരികമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന, കളിക്കുന്ന, ഹൃദയം കൊണ്ട് കളിക്കുന്ന ഒരു ടീമാണ് എന്നാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അതാണ് അർജൻറ്റീനയുടെ ഒരു മുൻതൂക്കം എന്ന് ഞാൻ വിചാരിക്കുന്നു. സാങ്കേതികമായിട്ടുള്ള മികവും തികവും ഒക്കെ കൂടുതൽ സ്പെയിനിന് തന്നെയാണ്. അപ്പോൾ അത് തമ്മിലാണ്, ഒരു ഭാഗത്ത് സാങ്കേതിക മികവും മറുഭാഗത്ത് ഹൃദയം കൊണ്ട് കളിക്കുന്ന ഒരു ടീമും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് എന്നത് ഇതിനെ പ്രവചനാതീതമാക്കി മാറ്റുന്നുണ്ട്.